ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് UPSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സാധാരണ ഞാൻ ജനറൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വിചാരിച്ചു കുറച്ച് സമയം നമുക്ക് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന്. സാധാരണയായിട്ട് ജനറൽ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്ക് അവൈലബിൾ അല്ലേ. UPSC എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം ഈ UPSCക്ക് തയ്യാറാക്കിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഡിസ്കഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം UP എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനുശേഷം ഞാൻ HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം UP എക്സാമിന് അതുപോലെ LPയുടെയും. അപ്പോൾ UP എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർക്ക് എന്തായാലും ആ ഒരു പോർഷനിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രയോജനമായിട്ട് വരും. അതുകൊണ്ട് അതും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലോട്ട് പോകാം. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചത്? ഉഴുത വയലിൻ്റെ തെളിവുകളാണ്. ഓക്കെ, വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? അത് കുറിച്യർ കലാപമാണ്. ഓക്കെ, മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നതിനുള്ള പേര്? മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് സിഗുറാത്തുകൾ എന്നാണ്. ഓക്കെ, സിഗുറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വർഷം ഏതാണ്? 1924 വർഷമാണ്. ഓക്കെ, സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം ആരാടെ? അയ്യങ്കാളി. പ്രത്യക്ഷ രക്ഷ ദേവസഭ ആരാ? പൊയ്ക്കൽ യോഹന്നാൻ. സമത്വ സമാജം ആരാണ്? അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് കേട്ടോ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. അത് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് കേട്ടോ. സിവിൽ നിയമലംഘനം സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചല്ല. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഓക്കെ, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെ നേതൃത്വത്തിൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു. അത് ഏത് സർവകലാശാലയുടെയാണെന്നാണ് ചോദ്യം. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെയാണ്. ഓക്കെ, 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്? സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു. ഓക്കെ, ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് എന്താണ്? അത് പുഷ്പകായിരുന്നു. ഓക്കെ, RLV പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക. ഓക്കെ, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? സ്വതന്ത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലായിരുന്നു അഗ്നി 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? മൂന്നാമത്തെ നദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൃഷ്ണ നദിയാണ്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗംഗയാണ് അല്ലേ, ഗംഗ. പിന്നെ രണ്ടാമത് ഏതാണ്? മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത്? ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത് കോങ്കൺ സമതലമാണ് കേട്ടോ. കൊറോമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കസ്, സുന്ദര വനപ്രദേശം, ഇതെല്ലാം കിഴക്കൻ മേഖലയിൽ വരുന്നതാണ് അല്ലേ. കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇവിടെ ആണെങ്കിൽ ഇതല്ലേ കിഴക്കൻ മേഖല എന്ന് പറയുന്നത് അല്ലേ, ഈ ഭാഗം. അപ്പോൾ ഇവിടാണ് സുന്ദരവന പ്രദേശങ്ങൾ, അതുപോലെ കൊറോമാൻഡൽ തീരസമതലങ്ങൾ, വടക്കൻ സിർക്കസ്, ഇതൊക്കെ എവിടെയാണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വരും. കോങ്കൺ സമതലം വരത്തില്ല. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പറ്റുമല്ലോ, അത് രാഷ്ട്രപതിയുടെ ചുമതല വിടുന്നില്ലേ. സർവ്വസൈനാധിപനാണല്ലോ. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, അതും രാഷ്ട്രപതിയുടെ ചുമതലയാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ, അല്ലല്ലോ. രാഷ്ട്രപതിയുടെ ചുമതലയാണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ അതാണ്. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉയർന്ന സംഘബോധം, ചെറിയ സംഘം, ഔപചാരിക ബന്ധം, നിരന്തരമായ ആശയവിനിമയം.
ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഔപചാരിക ബന്ധമാണ് ശരിയല്ലാത്തത്. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്നാണ്. വായ്പ നിയന്ത്രിക്കുന്നത് ശരിയാണല്ലോ. സർക്കാരിൻ്റെ ബാങ്ക് 1 രൂപ നോട്ട് അച്ചടിക്കുക. അപ്പോൾ ഇത് റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ബാങ്കാണ്, വായ്പ നിയന്ത്രിക്കുകയും ചെയ്യും. അത് രണ്ടുമാണ് ശരി അല്ലേ. 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് RBI അല്ലല്ലോ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ദേശീയ ഹരിത ട്രൈബ്യൂണലാണ്. ഓക്കെ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷ സംസ്ഥാനത്താണ്. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? പ്രകാശവർഷം ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ് അളക്കുന്നത്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവത്തേക്കാൾ ശക്തമാണ്. 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഉത്തര ധ്രുവത്തേക്കാൾ ശക്തമാണ്. കൃത്യമായി പറയാൻ കഴിയില്ല. 2 ധ്രുവങ്ങളും തുല്യമാണെന്നുള്ളതാണ് ശരിയായത്. ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷകം. ഒഴുകുന്ന ദ്രാവകത്തിന് ഏതാണ്? വിസ്കോസിറ്റി ആണുള്ളത്. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/h നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ അതിൻ്റെ ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്പീഡാണ് തന്നിരിക്കുന്നത് അല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് S1 തന്നിട്ടുണ്ട്, S2 തന്നിട്ടുണ്ട്, അതുപോലെ ടൈമും തന്നിട്ടുണ്ട് അല്ലേ. 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? A ആണ്. ഓക്കെ, A ആണ് കണ്ടുപിടിക്കേണ്ടത്. S എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ, സ്പീഡാണ്. സ്പീഡാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 1 എന്നാണ് വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. 1 മീറ്റർ/സെക്കൻഡ് എന്ന് ലഭിക്കും. വൈദ്യുതി ബില്ല് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര kWh? 1 kWh-നെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയായിരിക്കും? അത് F/4 ആയിരിക്കും. ഓക്കെ, F/4. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് F = Gm1m2/r² എന്നല്ലേ. അപ്പോൾ ഈ m1 എന്ന് പറയുന്നത് m1/2 ആവും, m2 എന്ന് പറയുന്നത് m2/2 ആവും. സോ നമ്മുടെ F എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1/4 × Gm1m2/r² എന്ന്. അതായത് ദാറ്റ് ഈസ് പുതിയ F എന്ന് പറയുന്നത് F/4 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇനി പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏതു മാധ്യമത്തിലൂടെയാണ്? അത് ഏതിലൂടെയാണ്? ഖരപദാർത്ഥത്തിലൂടെ ആയിരിക്കും കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് ഏതാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് ഏതാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം എന്ന് പറയുന്നത് സ്ഥിരമായി നിലകൊള്ളും. കാർബൺ-14 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? കാർബൺ-14 ന്യൂക്ലിയസിൽ 8 ന്യൂട്രോണുകളും 6 പ്രോട്ടോണുകളുമാണ് അടങ്ങിയിരിക്കുന്നത്. കാർബൺ-14 ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്കറിയാം, അറ്റോമിക നമ്പർ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ് ലഭിക്കുന്നത്. ഓക്കെ, 8. താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? സംക്രമലോഹം അല്ലാത്തതെന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ഏതാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഇവിടെ മർദ്ദമല്ലേ കൊടുത്തിരിക്കുന്നത്. മർദ്ദം 1 ബാർ ആണെങ്കിൽ വെള്ളം തിളയ്ക്കുന്നത് 99.6 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. 99.6 ഡിഗ്രി സെൽഷ്യസ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കുന്ന ലോഹം ഏതാണ്? മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം. സാധിക്കുന്നതല്ലല്ലോ, സാധിക്കാത്ത ലോഹം അതേതാണ്? കോപ്പറാണ് കേട്ടോ. കോപ്പർ, Cu. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ CH2 ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത്? അത് കോപ്പറാണ് കേട്ടോ. കോപ്പറാണ് മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണ്? അത് 0.9% ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരകത്തിൻ്റെ നിറം.
അഭികാരകത്തിൻ്റെ നിറം ഒരിക്കലും രാസപ്രവർത്തന വേഗതയെ ബാധിക്കത്തില്ല. ഗാഢതയും പ്രകാശത്തിൻ്റെ സാന്നിധ്യവും താപനിലയും അതിനെ രാസപ്രവർത്തന കെമിക്കൽ റിയാക്ഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുക സാങ്കേതിക വിദ്യ ഏത്? അതേതാടെ? DNA പ്രൊഫൈലിംഗ് ആണ് കേട്ടോ. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. ഓക്കെ, അതിൻ്റെ ബാക്കി പാർട്ടായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.